മലപ്പുറത്ത് +2 പരീക്ഷ ഡ്യൂട്ടിക്കെത്തിയ ഒരു അധ്യാപകൻ +2 പരീക്ഷ എഴുതുന്ന പെൺകുട്ടിയുടെ ഉത്തരക്കടലാസ് പരീക്ഷ തീരുന്നതിന് അരമണിക്കൂർ മുന്നേ പിടിച്ചു വെച്ചു. എന്തിനാണെന്നറിയാം, ഈ കുട്ടിയുടെ അടുത്തിരുന്ന കുട്ടി ഈ കുട്ടിയോട് ഉത്തരം ചോദിച്ചു. ഈ കുട്ടി പറ്റൂല എന്ന് പറഞ്ഞു. അപ്പം ഇവളെടുക്ക പോയി നീ ആ കുട്ടിക്ക് ഉത്തരം പറഞ്ഞു കൊടുത്തു എന്നും പറഞ്ഞിട്ട് പരീക്ഷാ പേപ്പർ പിടിച്ചു നോക്കുക. ഇതുപോലത്തെ കുറേ മലരന്മാരുണ്ട്. ഷഹബാസിനെ കൊന്ന 5 ക്രിമിനൽസ് ഉണ്ടല്ലോ, അവർ പരീക്ഷ ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാണ്ട്. പിന്നെ മയക്കുമരുന്ന് കേസിലും കൊലപാതക കേസിലും പ്രതിയെ എത്ര കുട്ടികൾ എന്ന് പറഞ്ഞ ആൾക്കാർ പരീക്ഷ ചെയ്യുന്നു. ഈ കുട്ടീൻ്റെ പരീക്ഷാ പേപ്പർ അവിടെ പിടിച്ചു നോക്കുക. നിങ്ങൾ ആലോചിക്കട്ടെ, ആ കുട്ടിയെ കരഞ്ഞോട് പറയുന്ന വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടി ഇതിൻ്റെ ആൻസർ എന്താണെന്ന് ചോദിച്ചതിനോട് അപ്പോൾ ഞാൻ ഒരുപാട് തവണ ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പേപ്പർ വാങ്ങിച്ചിട്ട് ഒരുപാട് സമയം സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേപ്പർ അങ്ങോട്ട് വാങ്ങിച്ചു. എക്സാം 2 മണി മുതൽ 4:45 വരെ 4 മണി ആയപ്പോൾ എൻ്റെ ഇൻവിജിലേറ്ററിൻ്റെ പേപ്പർ വാങ്ങിച്ചു. 4 മണിക്ക് ശേഷം 4 മണിക്ക് വാങ്ങിച്ചിട്ട് 4:30 കിട്ടുന്നത്. ഞങ്ങൾ സ്കൂളിൽ സാറൊന്നുമല്ല, വേറെ സ്കൂളിലത്തെ സാറാണ്. 4:30 എനിക്ക് പേപ്പർ കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് 1 വേർഡ് നോക്കാണ്ടിരുന്നത് 2 മാർക്കിൻ്റെ പ്രോബ്ലംസ് ചെയ്യാണ്ടിരുന്നത്. അത് ശരിക്കും ചെയ്യാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ ഇതിനെതിരെ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. ഒരു അച്ഛനമ്മയ്ക്കും പറയാം, ഞാൻ രാത്രി വരെ ഉറക്കം വിളിച്ചിരുന്ന് പഠിക്കുന്നത്. എക്കണോമിക്സ് എക്സാം ഭയങ്കര ടഫുള്ള എക്സാം എന്ന് വെച്ചിട്ട് അത്രയും ടെൻഷൻ അടിച്ച് പോയിട്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ഒന്നും എഴുതാനും പറ്റില്ല. എനിക്ക് SSLCക്കും +1 ഫുൾ A+. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പഠിച്ചെഴുതാണ് എക്സാം. പഠിച്ചു പോയിട്ട് എനിക്ക് പഠിച്ചതിൽ എഴുതാനും പറ്റിയിട്ടില്ല. A+ വിചാരിച്ച എക്സാം A+. ഇയാൾ ആരാന്ന് ആ കുട്ടീൻ്റെ ഉത്തര പേപ്പർ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട്? ഈ കുട്ടീനോട് ഇയാൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിനാടെ വേറെ അധ്യാപകരുണ്ട്, അവരെ അറിയിക്കുവേണ്ടേ? അല്ലാണ്ട് ഇയാൾക്ക് ആൻസർ പേപ്പർ പിടിച്ചു വെക്കാനൊന്നുമില്ല. അതും അരമണിക്കൂർ മുന്നേ. ഇയാൾ ആരാ? ഇങ്ങനെ ഞാനെല്ലാം പഠിക്കുമ്പോൾ കുറേ അധ്യാപകന്മാരുണ്ട്, കുണച്ച അധ്യാപകന്മാർ. ഏത് വീട്ടിൽ ഭാര്യയായിട്ട് ദേഷ്യം പിടിക്കും, ഭാര്യ ചായ വെച്ച് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് നമ്മളൊക്കെ വന്നിട്ട് തീർക്കും. ഏത് ലോകത്തില്ലാത്ത ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് ഉത്തരം പറയാനും കഴിയില്ല, എന്നിട്ട് നമ്മളെ പിടിച്ചടിക്കും. ഇവരെ ഭാര്യനുള്ള ദേഷ്യം നമ്മളെ തീർക്കും. ഇതുപോലത്തെ കുറേ കുണച്ച അധ്യാപകർ. ഈ നമ്മളെല്ലാം കാര്യം വിട്ടു ഇതിട്ട് നല്ലോണം പഠിക്കുന്നൊരു കുട്ടി അപ്പോൾ പരീക്ഷ എഴുതുമ്പോൾ അരമണിക്കൂർ മുന്നേ. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, എങ്ങനത്തെ കുറേ നാറികൾ. നിങ്ങളിനി ആ അമ്മ കരയുന്ന ആ കുട്ടിയുടെ അമ്മ കരയുന്നതൊന്ന് കണ്ടു നോക്ക്. സ്കൂളിൽ വന്നപ്പോൾ ഭയങ്കര കരച്ചില്ല. അപ്പോൾ എന്താ ചോദിച്ചു പറഞ്ഞ് അമ്മയ്ക്ക് എക്സാം എഴുതാൻ കഴിഞ്ഞിട്ടില്ല, സാർ ഇങ്ങനെ മേടിച്ചു 4:30 തന്നത്, പിന്നെ ടൈമില്ലല്ലോ പറഞ്ഞിട്ട് കുട്ടി കരയുക. ബാത്റൂമിൽ കയറിയപ്പോൾ അവിടെ നിന്ന് കരഞ്ഞിട്ട് സഹിക്കാൻ കഴിയില്ല. ഇവിടെ എന്നും A+ അല്ലെങ്കിൽ ഫുള്ള് സിമ്പിളാന്ന് പറഞ്ഞിട്ട് എൻ്റെ കുട്ടി രാത്രി ഇരുന്ന് പഠിക്കൽ തുടങ്ങിയാൽ 12-1 മണി വരെ ഇരുന്ന് പഠിക്കും. പിന്നെ രാവിലെ അതുപോലെ തിന്നലില്ല, ഒന്നുമില്ല. ഇപ്പോൾ എക്സാം കഴിഞ്ഞിട്ടൊക്കെ ചെയ്യും. വിളിക്കുന്നില്ല, നല്ലപോലെ ഒന്ന് ഉറങ്ങണം, ഒക്കെ കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് സിവിൽ സർവീസ് ലക്ഷ്യം വെച്ചിട്ട് പഠിക്കണം മോളാണ്. അതിന് ട്രെയിനിങ് ഉണ്ട്. ഇതിന് എന്താ വേണ്ടത്, ഒന്നും കൂടി എക്സാം എഴുതാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് പരാതി കൊടുത്തിട്ടുള്ളത്. ആ അമ്മ പറയുന്നുണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി വിദ്യാഭ്യാസ മന്ത്രി ഉറങ്ങിപ്പോവല്ല. ഇനി 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇനി തീരുമാനം എടുക്കല്ല കേട്ടാ. നിങ്ങൾ പെട്ടെന്ന് ഇതിനൊരു തീരുമാനം എടുക്കുക. ഞാനതാ പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഷഹബാസിനെ കൊന്ന 5 പ്രതികൾ അവർ പരീക്ഷ ചെയ്യുന്ന ഒരു കുഴപ്പമില്ലാണ്ട്. അതുപോലത്തെ എത്ര ക്രിമിനൽസ് പരീക്ഷ ചെയ്യുന്നു. ഈ പെൺകുട്ടിയുടെ ആഗ്രഹമാണ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ കുട്ടി പറയുന്നിട്ടാ രാത്രിയും പകലില്ലാണ്ട് പഠിച്ചിട്ടാ പരീക്ഷ ചെയ്യുക, നോക്ക് കോപ്പി അടിക്കേണ്ടിയോ എന്നിട്ട് അടുത്തുള്ള ആൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ആ കുട്ടി മറ്റേ കുട്ടി ചോദിച്ചാൽ ഈ കുട്ടി എന്ത് ചെയ്ത്? എന്നാൽ മറ്റേ കുട്ടീനല്ലേ പിടിക്കണ്ടേ? ഈ കുട്ടീൻ്റെ അങ്ങനെ പിടിക്കാനുള്ള അധികാരിയാക്കില്ല. ഇയാൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ ആടെ അതിന് വേറെ കാര്യമുണ്ട്, വേറെ അധ്യാപകരുണ്ട്, അവരെ അറിയിക്കുന്നുണ്ട്. ഇയാളാരാന്ന് ഞാൻ ചോദിക്കുന്നത്. ഇനി വിദ്യാഭ്യാസ മന്ത്രി പെട്ടെന്ന് നിങ്ങൾ മറ്റുള്ള ഈ കൊലപാതകക്കും മറ്റേ ക്രിമിനൽസിനെല്ലാം പരീക്ഷ എഴുതാൻ കൊടുക്കുന്ന സൗകര്യം, അത്രയും സൗകര്യമൊന്നും വേണ്ട ഈ കുട്ടിക്ക്. കുട്ടികൾ എവിടെയെങ്കിലും ഒന്ന് പരീക്ഷ എഴുതാൻ കൊടുത്തത് കുട്ടിക്ക് അറിയാം ഉത്തരങ്ങളെല്ലാം കൃത്യമായിട്ട്. അത്രയും കഴിവുള്ളൊരു വിദ്യാർത്ഥിനിയാണ്. ഇന്ന് പെട്ടെന്ന് തീരുമാനാക്ക്. ആ കുട്ടിയുടെ ഭാവി കളയരുത് പ്ലീസ്.